മൈ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് മുത്തിനെ കൊണ്ട് വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കുകയാണ് ഗൈസ്. അപ്പോൾ മുത്തിന് വണ്ടി ഓടിക്കാൻ അറിയാമെന്നാണ് പറയുന്നത്. പക്ഷെ വണ്ടി റോട്ടിൽ ഓടിക്കാൻ അറിയാൻ പാടില്ല. സുരക്ഷിതമായിട്ട് വണ്ടി ഓടിക്കാൻ മുത്തിന് അറിയില്ല. പക്ഷെ വണ്ടി ഓടിക്കാൻ എങ്ങനെയൊക്കെ അറിയാം. നാട്ടിലെ ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ UK നമ്മൾ മുത്തിന് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യാണ് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ മുത്ത് ഉണ്ടോ, ഇങ്ങനെയുള്ള വണ്ടികളൊക്കെയാണ് മുത്തിന് ഓടിക്കാൻ ഇഷ്ടം. അപ്പൊ ഇതൊന്നും മുത്തിന് താല്പര്യമില്ല എന്നാണ് പറയുന്നത്. പക്ഷെ എന്ത് വന്നാലും നമുക്ക് വണ്ടി ഓടിക്കണം, അല്ലെങ്കിൽ എന്താ പറയാ, നമ്മുടെ ലൈഫിലേക്ക് നമുക്ക് ഡെയിലി നമ്മുടെ ഡേ ടു ഡേ കാര്യങ്ങളിലൊക്കെ വളരെ ഒരു ഇമ്പോർട്ടന്റ് ഭാഗം നമുക്ക് ഒരു വണ്ടി ഒരു ക്രൂഷ്യൽ റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് മുത്തിനെ ഡ്രൈവിംഗ് പഠിപ്പിക്കുകയാണ്. ഡ്രൈവിംഗ് അറിയാം, ജസ്റ്റ് ലിറ്ററലി എന്താ പറയാ, സേഫ് ആയിട്ട് മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കാണ്ട് എങ്ങനെ വണ്ടി ഓടിക്കാം എന്നതിനെ പറ്റിയാണ് നമ്മൾ ചെയ്യുന്നത്. നല്ല പേടിയുണ്ടെന്ന് പറയാ, 100-110 ഓടിക്കാൻ പറഞ്ഞില്ലല്ലോ. ജസ്റ്റ് ബേസിക് തിങ്സ് ആണ് നമ്മൾ. അപ്പൊ മുത്തിന് അടുത്ത ഒരു 2 വീക്ക് കഴിയുമ്പോൾ ഞാൻ ടെസ്റ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്, അതായത് തിയറി ടെസ്റ്റ്. അപ്പൊ ഡ്രൈവിംഗ് പഠിപ്പിക്കാനും, അതായത് ഇവർക്കിപ്പോ ലേണേഴ്സ്, അതായത് ഡ്രൈവിംഗ് ക്ലാസ് ലെസൺസ് എടുക്കാം. അതായത് ഞാനാണ് ലെസൺസ് കൊടുക്കുന്നത് വിത്ത് ഫ്രീ ഓഫ് പേയ്മെന്റ്. അല്ലെങ്കിൽ പുറത്തൊക്കെ ഇത് ചെയ്യണതിനെ കണ്ട് 30 പോണ്ട് 1 മണിക്കൂർ എനിക്കറിയാലോ, പഠിപ്പിക്കാലോ. അതൊക്കെ തന്നെ എല്ലാവരും ചെയ്ത് തന്നെ. സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല, പഠിച്ചു കഴിഞ്ഞ് അവര് പഠിപ്പിച്ചു തരും. ആ സാധനം നമ്മള് ഇവിടെ എന്താ ടെസ്റ്റ് ബുക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് മറ്റേ അവിടുത്തെ ഒരു ഇൻസ്ട്രക്ടർ വരും, എക്സാമിനർ വരും. എക്സാമിനർ വരും. എന്നിട്ട് അവര് പറഞ്ഞ പോലെ ഓടിക്കുക. അത് ഓടിച്ച് പാസ്സായി സുരക്ഷിതമാണെന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അവർ ലൈസൻസ് വരും, അല്ലെങ്കിൽ ഒന്നോടെ വരാൻ പറയും. സോ അപ്പൊ നമ്മളിന്ന് ബേസിക്സ് കാര്യങ്ങളായിരുന്നു ഗൈസ് നമ്മൾ മുത്തിനെ പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്. അപ്പൊ അതിനായിട്ട് നമ്മള് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് എന്താ, അപ്പൊ ഇതിനകത്ത് ക്ലച്ച് ഏതാണെന്നാണ് നമ്മൾ ആദ്യം. അല്ല, അത് ബ്രേക്ക്, അത് ആക്സിലേറ്റർ, അത് ക്ലച്ച്, ഇത് ബ്രേക്ക്. എല്ലാം അങ്ങോട്ട് മാറി പറന്ന് ചവിട്ടരുത്. അപ്പൊ വണ്ടി ഓടിക്കാൻ ആദ്യം വേണ്ടത് നമുക്ക് മെയിൻ ആയിട്ട് വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് എന്തൊക്കെയാണെന്ന് അറിയും? മെയിൻ ആയിട്ട് ശ്രദ്ധ. നമ്മുടെ ഒരു മിനിറ്റ് ഒരു കണ്ണ് സെക്കൻഡ് ഒന്ന് തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് റോട്ടിൽ വലിയ അപകടങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് വണ്ടി ഓടിക്കുമ്പോൾ മെയിൻ ആയിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ ശ്രദ്ധയാണ്. പിന്നെ വണ്ടി ഓടിക്കുമ്പോൾ അഹങ്കാരം കാണിക്കരുത് ഒരിക്കലും. വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവനമില്ലാത്തൊരു സാധനം. ആ സാധനം നമ്മൾ എന്തോരം ഒന്ന് ജസ്റ്റ് പ്രാർത്ഥിച്ചിട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ എടുക്കുക. വണ്ടി ഓടിക്കുന്നതിനും നമ്മൾ ജസ്റ്റ് ദൈവത്തോട് പ്രാർത്ഥിക്കുക. അതേമേ ചെറിയൊരു ഇതൊക്കെ എന്തെങ്കിലും എന്താ പറയാ, അപ്പൊ നമ്മള് ചെറിയ രീതിയിലുള്ള ഭയങ്കര വണ്ടി ഓടിക്കുമ്പോ, അല്ലാത്ത സമയത്ത് ചുമ്മാ ഇരിക്കുമ്പോ ഇച്ചിരി എന്താ പറയാ, ഒരു കോൺസെൻട്രേഷൻ ഇല്ലെങ്കിൽ വണ്ടി ഓടിക്കുമ്പോൾ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വണ്ടിയിൽ വിശ്വസിച്ച് നല്ല രീതിക്ക് ഓടിക്കുക. പിന്നെ വണ്ടീനെ പറച്ച് ചവിട്ടിയിട്ട് ഓടിക്കാൻ നോക്കരുത്. വണ്ടി നൈസായിട്ട് സ്മൂത്ത് ആയിട്ട് എങ്ങനെ ഓടിക്കാൻ നോക്കുക. വണ്ടിക്ക് എന്താ പറയാ, എഫിഷ്യന്റ് ആയിട്ട് എങ്ങനെ നല്ല രീതിക്ക്. ഇതാണ് ഒരു മെയിൽ അല്ലെങ്കിൽ ഒരു ഫീമെയിൽ തമ്മിൽ ഓടിക്കുന്ന വ്യത്യാസം. അങ്ങനെ കേറി ഇങ്ങനെ സ്റ്റിയറിംഗ് ഇങ്ങനെ ഇരിക്കണം. ഇങ്ങനെ കാഞ്ചി ഈ സൈഡിൽ ഒരു സാധനം ഉണ്ട്, ആ സാധനം പൊക്കി അപ്പൊ ഇത് കാണാം. റോഡിന്റെ അടിവശം കാണണ്ട, അവിടെ ഇത് ദൂരെയുള്ള ഇത്ര കണ്ടാ മതി. ഒരു കാഞ്ചി സീറ്റ് പൊക്കാൻ പറ്റും. ഇവിടെ ആ സൈഡിൽ ഒരു സാധനം ഇല്ലേ, അത് പയ്യെ പൊക്ക്, അത് പയ്യെ കുടിഞ്ഞു. പൊങ്ങണുണ്ടോ ആ സാധനം? ഫെറാറി ഇങ്ങനെ സ്വിച്ചിലേക്ക് കഴിഞ്ഞാൽ സാധനം ഇങ്ങനെ ആയേനെ, സെറ്റായില്ലേ? അപ്പൊ ആദ്യം തന്നെ നമുക്ക് വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ദൈവത്തോടൊന്ന് ദൈവമേ രക്ഷിക്കണേ എന്നൊക്കെ കാണിക്കും. ഹോട്ട് സീറ്റിലാണോ? അപ്പോൾ നമ്മള് വണ്ടി ഓടിക്കുന്നതിനെ പറ്റിയുള്ള ബേസിക്സ് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ജസ്റ്റ് ഒന്ന് വണ്ടി എങ്ങനെ പാർക്ക് ചെയ്യാം, എന്തെങ്ങനെയാണ് വണ്ടി മൂവ് ചെയ്യുന്നതൊക്കെ നോക്കുക. അപ്പൊ വണ്ടി ഓടിക്കുന്നതിന് ആദ്യമായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ വണ്ടി ഒക്കണം നോക്കുക. വണ്ടിക്ക് 4 ടയറിലും എയർ പ്രഷർ ഉണ്ടോ നോക്കുക, ചെക്ക് ചെയ്യണം. അതൊക്കെ ചെക്ക് ചെയ്യേണ്ടി വരും. 4 ഇൻഡിക്കേറ്റേഴ്സ് വർക്ക് ചെയ്യണോ നോക്കണം. ലൈറ്റ്സും കാര്യങ്ങളൊക്കെ അതൊക്കെ എല്ലാം ഇത് ഈ സാധനം ഇടുക. അതായത് ഈ എന്താ പറയാ, ഈ സാധനം ഈ സാധനം ഇട്ട് കഴിഞ്ഞാൽ എന്നിട്ട് ചുറ്റും കറങ്ങി നോക്കണം. എന്നിട്ട് എല്ലാ ലൈറ്റും വർക്ക് ചെയ്യണോ നോക്കണം. അല്ലെങ്കിൽ നീ ഇപ്പൊ പോണേക്ക് നീ ഇൻഡിക്കേറ്റർ ഇട്ടു എന്ന് പറയും, പക്ഷെ അത് കത്തല്ലെങ്കിൽ മിസ്റ്റേക്ക് ഓഫ് യു. സോ യു ഹാവ് ടു മേക്ക് ഷുവർ യുവർ കാർ ഈസ് എവറിത്തിങ് ഈസ് പെർഫെക്റ്റ് ബിഫോർ യു ഡ്രൈവിംഗ്. സോ ലെറ്റ് മീ ടെൽ യു ഫസ്റ്റ്. ഇട്ടൊക്കെ കണ്ടോ, ഇങ്ങോട്ട് വന്നപ്പോ അങ്ങോട്ട്. അപ്പൊ ഇതാണ് ഇൻഡിക്കേറ്റർ ഒക്കെ വർക്ക് ചെയ്യണോ നോക്കണം. അത് ഓട്ടോമാറ്റിക് ആയിട്ട് നീ ഇപ്പൊ അങ്ങോട്ട് തിരിച്ചിട്ട് സ്റ്റിയറിംഗ് ഇങ്ങോട്ട് തിരിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇൻഡിക്കേറ്റർ കട്ടാവും.
അത് ഹെഡ്ലൈറ്റ്, ഇതിന്റെ ഹെഡ്ലൈറ്റ് ഇടേണ്ടതിന്റെ ഓട്ടോമാറ്റിക് തന്നെ രാത്രി ഇതായിക്കോളും, പകലാകുമ്പോ ഇത് ഓഫ് ആയിക്കോളും. അത് ഹോണൊന്നും ഇവിടെ അടിക്കരുത്. അതായത് ഹോൺ അടിക്കാം, അതായത് മറ്റൊരാള് ഇപ്പൊ എന്താ പറയാ കോൺസെൻട്രേഷൻ അല്ല ആളുടെ കയ്യിൽ നിന്ന് കാറ് പോവാന്ന് നമ്മൾ തോന്നുകയാണെങ്കിൽ ആളെ റോഡിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് ഹോൺ അടിച്ച ആളുടെ ഒരു റോഡിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അതാണ് ഉദ്ദേശിക്കുന്നത് ഹോണും കൊണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെ തിരിക്കല്ല, ചുമ്മാ വണ്ടി നിർത്തിയിട്ടാണ് വണ്ടി അങ്ങനെ തിരിക്കരുത്. വണ്ടി ഓടുമ്പോഴാണ് ആ തിരിനെ കുറച്ച് തിരിഞ്ഞത്. അപ്പൊ തിരിച്ചാണ് വണ്ടി അങ്ങനെ തിരിക്കുന്നത്. അതിന്റെ സ്റ്റിയറിംഗ് കംപ്ലൈന്റ്, പവർ സ്റ്റിയറിംഗ് കംപ്ലൈന്റ് പറയണ കേക്ക്. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ വണ്ടി കയറുക, വണ്ടി ആദ്യം സീറ്റൊക്കെ ആയിട്ട് കംഫോർട്ട് ചെയ്തിരിക്കുക, പറയണ കേക്ക് കംഫോർട്ട് ആക്കി വണ്ടിയിൽ ഇരുത്തുക. അതാണ് മെയിൻ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങള്. ആ വണ്ടിയിൽ ഇരിക്കുന്നവരൊക്കെ സുരക്ഷിതമായിട്ട് സീറ്റ് ബെൽറ്റ് ഇട്ടോന്നൊക്കെ നോക്കണം. സീറ്റ് ബെൽറ്റ് ഇടുക മെയിൻ ആയിട്ട്. പിന്നെ ഹാൻഡ് ബ്രേക്ക്, പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നതാണ് വണ്ടിയുടെ ചുറ്റും 6 ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ട് ഈ വണ്ടിയിൽ. നിനക്കിപ്പോ 6 സ്ഥലം, നിനക്ക് ഈ വണ്ടിയുടെ 6 സ്ഥലങ്ങൾ നിനക്ക് കാണാൻ പറ്റില്ല. ഈ വണ്ടി നേരെ നോക്കി കഴിഞ്ഞാൽ 6 സ്ഥലം. അപ്പൊ നിനക്ക് ബ്ലൈൻഡ് സ്പോട്ട് കൂടുതലാ. അതായത് നിന്റെ ഈ മൂല, ഇതേ മൂല, ഈ മൂല, ഈ സൈഡ്, ഈ സൈഡ്, അവിടെ ഈ സാധനത്തിന്റെ അവിടെ ഫ്രണ്ടിൽ, ഇത് ഈ സാധനത്തിന്റെ അവിടെ നോക്കണ്ടേ. നേരെ നോക്കി കഴിഞ്ഞാൽ അതൊക്കെ നിന്റെ ബ്ലൈൻഡ് സ്പോട്ട് അല്ലേ. പിന്നെ അതുപോലെ ഇതിങ്ങനെ, പിന്നെ ഇവിടെ. അപ്പൊ അങ്ങനെ 6 ഈ സൈഡിൽ 3, ഈ സൈഡിൽ 3, അങ്ങനെ 6 ബ്ലൈൻഡ് സ്പോട്ട്സ് ഉണ്ട്. ബാക്കിൽ ഇതുപോലെ കാണാം, ഈ ഗ്ലാസ്സിൽ ബാക്ക് കാണാം. പക്ഷെ ആ മൂല ഉണ്ടെങ്കിൽ ഇതിൽ തന്നെ നോക്കണം. അപ്പോൾ അപ്പൊ ഇതൊക്കെ ചെക്ക് ചെയ്യോ, ചെക്ക് ചെയ്യേ. ഇങ്ങനെ കറങ്ങി നോക്കാം, അവിടെ ആരെങ്കിലും ഉണ്ടോ, ഇവിടെ ആരെങ്കിലും ഉണ്ടോ, ഇവിടെ ആരെങ്കിലും ഉണ്ടോ, അങ്ങനെ ചെക്ക് ചെയ്യണം ഫുള്ള്. അതിനൊക്കെ ഈ ടെസ്റ്റിനൊക്കെ പോകുമ്പോ അതിനൊക്കെ ഒരേ പോയിന്റ് കിട്ടും. അത് പോയിന്റിന് വേണ്ടിയിട്ടല്ല ചെയ്യേണ്ടത്, നമ്മുടെ സേഫ്റ്റിക്ക് അല്ലെങ്കിൽ റോഡ് യൂസേഴ്സിനുള്ള സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഗൈസ് ഇതൊക്കെ. അപ്പൊ ഇതൊക്കെ നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഒരു നിമിഷം എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ലൈഫിൽ തന്നെ പല രീതിയിൽ അത് ബാധിക്കും. വേറെ ഒരാളുടെ ലൈഫാണ്, ലൈഫ്, ജീവൻ. ജസ്റ്റ് ഇമാജിൻ എന്റെ അച്ഛൻ അവിടെ നിൽക്കും. അപ്പൊ അതാണ്, അതുപോലെ തന്നെയാണ് എല്ലാവർക്കും ജീവൻ അതുപോലെ തന്നെ നമ്മൾ പ്രാധാന്യം കൊടുക്കണം. അച്ഛൻ പറഞ്ഞപ്പോ സെറ്റായി. അച്ഛന് പറഞ്ഞതിന് പേടി, അച്ഛനാണെ ഒന്നും ചെയ്യില്ല, വേറെ ആരെയും കൊല്ലാനൊന്നും ഒരു പ്രശ്നമല്ലാതെ. അപ്പൊ ബ്ലൈൻഡ് സ്പോട്ട് ചെക്ക് ചെയ്യുക. പിന്നെ നമുക്ക് വണ്ടി എടുക്കാൻ ഹാൻഡ് ബ്രേക്ക് പോയ ക്ലച്ച് ചവിട്ടാം. ഏതാ പാട്ടിന്റെ നല്ലത്? അത് അതെന്തത്, അത് മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്ന സാധനം. മിറർ നമ്മൾ കൈ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന മിറർ, ആ സാധനത്തിന്റെ നോബില് തിരിച്ച് കഴിഞ്ഞാൽ മിറർ അഡ്ജസ്റ്റ് ആവും. പിന്നെ അതുപോലെ തന്നെ ഈ സൈഡ് വിൻഡോ ഇടുന്ന മറ്റേ മൂടൽ വരുമ്പോ സാധനം പൊക്കോളും. ആക്സിലേറ്റർ ഇപ്പൊ ഒന്നിനും ചവിട്ടണ്ട. നീ ക്ലച്ചും ഒരു കാര്യം ക്ലച്ചിലും ഒരു കാര്യം ബ്രേക്കിലും വെച്ച് ആക്സിലേറ്റർ നീ എടുക്കണ്ട, ചവിടണ്ട. ക്ലച്ച് ചവിട്ട്, ക്ലച്ച് വിടരുതട്ടോ. മൊത്തം ക്ലച്ചിലാണ് ഈ വണ്ടിയുടെ മൂവ്മെന്റ് ഇരിക്കണേ. ഓക്കെ, ക്ലച്ച് വിടരുട്ടോ. ഇപ്പൊ ഞാൻ പറഞ്ഞേ ക്ലച്ച് വിടരുത്. ഞാൻ ഹാൻഡ് ബ്രേക്ക് വിട്. ഹാൻഡ് ബ്രേക്ക് ഒന്നും താത്താൻ പറ്റില്ല, അത് ഞെക്കിട്ട് പൊക്കിട്ട് ഞെക്ക്. ബ്രേക്ക് വിട്ട് അങ്ങനെ ചവിട്ടരുത്. ബ്രേക്ക് കിടുന്നായി വീടില്ലേ, പയ്യെ സ്മൂത്ത് ആയിട്ട് ചവിട്ടാന്ന് ആരുള്ളൂ. നീ ഗിയറിട്. ചിരിക്കരുത്, ഇത് സീരിയസ് കാര്യമാണിത്. അപ്പൊ ആദ്യം അതാണ് വേണ്ടത്. വണ്ടി എടുക്കുമ്പോ ഒരു ഇൻസ്ട്രക്ടറിന്റെ കൂടെ പോയി കഴിഞ്ഞാൽ നിനക്ക് ഇങ്ങനെ ചിരിക്കാൻ പറ്റില്ലല്ലോ. ആള് നല്ല ചീത്ത പറയും. ടെൻഷൻ അടിക്കുമ്പോ ചിരിക്കണേ. എവിടെ അവരവിടെ ഇരിക്കണില്ല, നീ ഇങ്ങനെ പോയി കറങ്ങി വാ. ക്ലച്ച് ആദ്യം ക്ലച്ചല്ലേ, ക്ലച്ച് വിടരുട്ടോ. ഇനി എന്നിട്ട് ഗിയർ ഇടുക. അതല്ല കുത്തിട്ടിരുന്നതിന്റെ ഒന്ന് വണ്ടി അണക്കി നോക്ക് പയ്യെ. റിവേഴ്സായില്ല, മുമ്പോട്ടാ പോണ വണ്ടി. അപ്പൊ ഫസ്റ്റിലേക്ക് ഏടി. അപ്പൊ ഈ സാധനം ഉണ്ടല്ലോ, ഇതിങ്ങനെ കുത്തണം. ഇങ്ങനെ കുത്തി കഴിഞ്ഞാ ആവും. ഒന്ന് കുത്തി നോക്കി. ഇപ്പൊ റിവേഴ്സായി. അത് ചില വണ്ടിയുടെ വ്യത്യാസമുണ്ട്. ചില വണ്ടിയുടെ പൊക്കിട്ടുണ്ട്. പയ്യെ ക്ലച്ച് വിട്ട്. അയ്യോ, ഈയോടെ ഒരു ഓടിച്ചിട്ട് കിടക്കണ്ട്. അതൊന്നും പൊളിക്കാണ്ട് പയ്യെ പോട്ടെ. പയ്യെ ഇങ്ങനെ തിരിച്ച് പയ്യെ അങ്ങനെ. നീ ക്ലച്ച് ചെയ്യുന്ന മൊത്തം ഒരിക്കലും വിടട്ടോ. ക്ലച്ച് പോട്ടെ, അങ്ങനെ പോട്ടെ. പയ്യെ പോട്ടെ. ചവിട്ടെ. ചവിട്ടെ.
ക്ലച്ചിന്ന് മൊത്തം വിടർട്ട് ഒരിക്കലും. ക്ലച്ച് എപ്പോഴും ഞെക്കി കാല് വേണം. ഓട്ടോമാറ്റിക്കിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ക്ലച്ച് ഇല്ല. ഓട്ടോ നാട്ടിക്ക് ഓടൊരു ഓട്ടോയില്ലേ. തേടിലൊന്നും. ആ ഫസ്റ്റ് അത് പയ്യെ സ്റ്റിയറിങ് പയ്യെ വളക്കേ തിരിക്ക്. പയ്യെ 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 പോട്ടെ ഗായ്സ്. ഇതാണ് നമ്മുടെ ഡ്രൈവർ. പയ്യെ പയ്യെ തിരിച്ചോ, പയ്യെ പോട്ടെ. നേരേക്ക് നീ പയ്യെ ക്ലച്ച് ഔട്ട്, ക്ലച്ച് ഔട്ട്, ക്ലച്ച് മൊത്തം ചവിട്ടെ. ക്ലച്ച് മൊത്തം ചവിട്ട്. അങ്ങോട്ടേക്ക് പോകാണ്ട് പോകും. നീ ഇതിന്റെ ഉള്ളിൽ കൂടെ ഓടിക്കാൻ പഠിക്ക്. തിരിക്ക്. ഈ വഴി നേരെ തന്നെ പോട്ടെ. നേരെ പോട്ടെ. സ്റ്റിയറിംഗ് ബാലൻസ് ആണ് ആദ്യം വേണ്ടത് വണ്ടി ഓടിക്കാൻ. അങ്ങോട്ടും ഇവിടെ ഒന്നും നോക്കരുത്. വണ്ടി ഓടിക്കുമ്പോ എന്താ പറഞ്ഞേ, ഇവിടെ വേണം ശ്രദ്ധിക്കാൻ. ഫോണിലല്ല, റോഡില്. ഇനി അവിടെ ചവിട്ട്. അങ്ങനെ ചവിട്ടരുത്, ഒറ്റയ്ക്ക് ചവിട്ടരുത്. ക്ലച്ചിന് വിട്ടു. ക്ലച്ചിന് വിട്ടതെന്ന് പറഞ്ഞില്ല. ഇനി ക്ലച്ച് വിട്ടു, വണ്ടി സ്റ്റാർട്ടായിക്കോളും. ഓട്ടോമാറ്റിക്കായിട്ട് ചവിട്ടാവും. തന്നെ സ്റ്റാർട്ടാവും. അതാണ് ഓട്ടോ സ്റ്റാർട്ട് ഉണ്ടെന്ന് പറഞ്ഞ ക്ലച്ചിന്. ഇനി നമ്മള് റിവേഴ്സ്ഡ് എന്നിട്ട് നേരെ ബാക്കിലേക്ക് പാർക്ക് ചെയ്ത് ക്ലച്ചിന്ന് വിടട്ടോ. പയ്യെ പയ്യെ. ഇതൊക്കെ ഒരു സംഭവം. അത് സോഫ്റ്റ് ആയിട്ട് ഇടാൻ ഈ സാധനം ചുമ്മാ കുത്തി പറിച്ചു വലിച്ചിടരുത്. ഇനി നേരെ തന്നെ എന്തറിയോ, ഇനി വണ്ടി ഈ സാധനം ഇങ്ങനെ തിരിച്ച് പയ്യെ ഫുള്ള് തിരികെ തിരികെ നേരെ റിവേഴ്സ് ഇട്ടെ. തിരിച്ചോ, പോട്ടെ പയ്യെ. പോട്ടെ 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 പോട്ടെ. ഇതാണ് റിവേഴ്സ് ബേ പാർക്കിംഗ്. ചുരം പോട്ടെ, ചുരം പോട്ടെ. നിക്കട്ടെ, നേരെയാക്ക്. നിർത്ത്, ബ്രേക്ക് ഇട്ടിനി. ഇനി ന്യൂട്രാക്ക്. ഹാൻഡ് ബ്രേക്ക് വലിക്ക്. അങ്ങനെ ഞെക്കാണ്ട് വലിച്ചത്, ചുമ്മാ വലിച്ച. ഇനി കാലെടുത്തോ. ഇനി വണ്ടിയാണെങ്കില ന്യൂട്രാണ്. അപ്പൊ ഇപ്പൊ ചെയ്ത പാർക്കിങ്ങിന്റെ പേരാണ് റിവേഴ്സ് ബേ പാർക്ക്. ഞാൻ പറയുന്നത് കേക്ക്. ഞാൻ ഇപ്പൊ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ അതിപ്പോ എന്താ പറഞ്ഞേ, റിവേഴ്സ് ബേ പാർക്കിംഗ്. അതായത് ഇങ്ങനെ എന്നിട്ട് നമ്മളിപ്പോ ഒരു ഷോപ്പിംഗ് സൂപ്പർ മാർക്കറ്റിലോ അവിടെ എവിടെയെങ്കിലും ഒരു സ്ഥലത്തൊക്കെ പോകുമ്പോ അല്ലെങ്കിൽ അവിടെയൊക്കെ പോകുമ്പോ പാർക്ക് ചെയ്യണം. റിവേഴ്സ് പാർക്കിംഗ് ഉണ്ട്, അല്ലെങ്കിൽ നേരെ ചെന്ന് ബേ പാർക്ക്, സാധാ നോർമൽ ബേ പാർക്കിംഗ് ഉണ്ട്. അതായത് റിവേഴ്സ് പാർക്ക് ചെയ്തിട്ടാണ് റിവേഴ്സ് പാർക്കിംഗ് ആണ്. പിന്നെ പാർക്കിംഗ് പാരലൽ പാർക്കിംഗ്. ഇപ്പൊ നീ ഒരു സ്ട്രീറ്റിൽ വണ്ടി ഇടുന്നു, അപ്പൊ കറക്റ്റ് രണ്ട് വണ്ടിയുടെ ഇടയ്ക്ക് ഒരു വണ്ടി കയറാനുള്ള നമ്മുടെ വീടിന്റെ അവിടെ ഞാൻ അവിടെ വണ്ടി ഇടല്ലേ. അതാണ് പാരലൽ പാർക്കിംഗ് എന്ന് പറഞ്ഞത് പഠിക്കുന്നത്. അത് ഇച്ചിരി ടഫ്. അത് ടഫ് അല്ല, അതിന്റെ ഒരു ഗുഡ് ടെൻസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ചെയ്യാന്നുള്ളൂ. അങ്ങനെയൊന്നും അല്ല ശരിക്കും. അപ്പൊ ഇതൊക്കെ ടെസ്റ്റിന്റെ സമയത്ത് ഇവര് ചെയ്യിക്കും. രണ്ട് വണ്ടിയുടെ ഇടയ്ക്കല്ല, രണ്ട് വണ്ടി ഒരു ലൈനായിട്ട് എടുക്കുകയാണെങ്കിൽ രണ്ട് വണ്ടിയുടെ ഗ്യാപ്പില് നമ്മൾ ഈ വണ്ടി എങ്ങനെ പാർക്ക് ചെയ്യുന്നത് അത് കാണിച്ചു കൊടുക്കണം. നമുക്ക് ഒന്ന് അഗസ്റ്റിന്റെ വണ്ടി വേറെ വണ്ടി ഫ്രണ്ട് ഇട്ടിട്ട് അവിടെ പാർക്ക് ചെയ്തിട്ട് വണ്ടിക്ക് എന്നിട്ട് നിന്റെ ചിരി ഉണ്ടല്ലോ, നിന്റെ ഈ ചിരി നീ ഓരോ പ്രാവശ്യം പോയി പരാജയിക്കുമ്പോ നിന്റെ ചിരി മാറിക്കോളും. മനസ്സിലായില്ലേ? അല്ല, ചിരിക്കേണ്ട കാര്യമില്ല ഇത്. ചിരിക്കേണ്ട കാര്യങ്ങൾ വേറെ പലതും ഉണ്ടല്ലോ. കാരണം നമ്മളൊരു കാര്യം, നീ ഇപ്പൊ ഞാൻ വേറെ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാം. അതായത് നീ പരീക്ഷയ്ക്ക് പോവാ, നിന്റെ പരീക്ഷയ്ക്ക് നിനക്ക് ഭയങ്കരമായിട്ട് നീ എന്താ പറയുക ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു പരീക്ഷയാണ്. അപ്പൊ ആ പരീക്ഷയ്ക്ക് നീ പരീക്ഷ ഹാളിൽ കയറിയിട്ട് നിനക്ക് കുഴപ്പമൊന്നുമില്ല, ഉത്തരം എഴുതണ്ട, ആ ഒരു എഴുതൂലേ. അപ്പൊ അതുപോലെ ഒരു ഇമ്പോർട്ടന്റ് ഉള്ള ഒരു കാര്യമാണ് ഈ സാധനം. നിനക്കിപ്പോ ഒരു എന്താ പറയാ, വണ്ടി എന്ന് പറഞ്ഞ സാധനം ഈ ഒരു ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് വണ്ടി അത്യാവശ്യമാണ്. വണ്ടി ഇല്ലാണ്ട് നമുക്കതൊരു കുടുംബജീവിതമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് വണ്ടിയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാണ്. എന്താ പറയുക, പിള്ളേരെ സ്കൂളിൽ കൊണ്ടുവിടാനോ അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ, അല്ലെങ്കിൽ ഈ തണുപ്പത്ത് നടന്ന് സ്കൂളൊക്കെ കൊണ്ടുവിട്ട് അത് നല്ലൊരു പാടുള്ള പരിപാടിയാണ്. അപ്പൊ അതിനൊക്കെ ആയിട്ട് വണ്ടി എന്ന് പറഞ്ഞ സാധനം എപ്പോഴും വണ്ടി ഓടിക്കാൻ, അല്ലെങ്കിൽ ഒരു എമർജൻസി സിറ്റുവേഷനിൽ പോലും നമുക്കൊരു വണ്ടി ഓടിക്കാനുള്ളൊരു, ചിലപ്പോൾ അത് നമ്മുടെ ലൈഫ് തന്നെ സേവ് ചെയ്തെന്ന് വരാം. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പൊ അതിന് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യണം.
അപ്പൊ ഇനി വണ്ടി എടുത്തു. ഞാനിപ്പോ പാർക്ക് ചെയ്താണ് 2 ലൈൻ്റെ നടുക്ക്. നീ നമുക്ക് നേരെ ഇങ്ങനെ പോയിട്ട് ആ വഴി ഇങ്ങനെ കറങ്ങി തന്നെ നേരെ അവിടെ പോവാ. ഇതവിടെ നീല കാറിന് മുമ്പിന് അവിടെ നിന്നിട്ട് അങ്ങനെ വളച്ച് ഇതില് ആ കാറ് പോയിട്ട് പോകണ്ടെന്തിനാ ഇപ്പൊ പോയെന്തോ ഇപ്പം. ഇത് വണ്ടി എടുത്തോ, ക്ലച്ച് ഔട്ട്, എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ബ്രേക്ക് ഔട്ടി. ഇവിടുന്ന് ഒരു വണ്ടി തന്നെ കേട്ടോ. ഇതൊക്കെയാണ് സ്പോട്ട്, ഇതൊക്കെയാണ് ചെക്ക് ചെയ്യണമെന്ന് പറയണേ. ഇവിടുന്ന് ഒരു വണ്ടി തന്നെ ഉണ്ടായിരുന്നോ, ആ വോൾവോ. അപ്പൊ അതൊക്കെ നമ്മൾ ഫുൾ ടൈം സർവൈലൻസ് ആയിരിക്കണം. അതായത് വണ്ടി എടുക്കുന്നതിന് മുമ്പ്, വണ്ടി ഇവിടുന്ന് എടുക്കുന്നതിന് മുമ്പ് ഇങ്ങനെ നോക്കണം. എന്താ ഇപ്പൊ നീ ആ സാധനം മന്നെ കണ്ടില്ലെങ്കിൽ നീ നേരെ എടുക്കുക, വണ്ടി ഒന്ന് ഇരിക്കും. അപ്പൊ വണ്ടി എപ്പ നമ്മള് നിർത്തിയിട്ട് എടുക്കുന്നതിന് മുമ്പ് ഫുൾ ടൈം ഈ തല ഇങ്ങനെ ഇട്ട് ഓടിച്ചോളണം. ഇവിടെ നിന്നൊന്നും മന്നില്ല, ഇവിടെ നിന്നും മന്നില്ല, ഇവിടെ നിന്നൊന്നും മന്നില്ല, ഇവിടെ നിന്നൊന്നും മന്നില്ല. ഒന്നോടെ നോക്കിക്കൊള്ളണം. ഇൻ കേസ് ആരെങ്കിലും നീ ഇങ്ങോട്ട് നോക്കിയ സമയത്ത് ഇവിടെ നിന്ന് ആരെങ്കിലും മന്നെങ്കിലോ. അപ്പൊ അതിനാണ് ഡബിൾ ചെക്ക് ചെയ്യണമെന്ന് പറയണേ. സോ അപ്പൊ വണ്ടി എടുത്തോ, ചെക്ക് ചെയ്തില്ല, എപ്പോഴും ചെക്ക് ചെയ്തില്ല, ചെക്ക് ചെയ്യണം. അതില്ലെങ്കിൽ സീനാണ്. ആ പുള്ളി എന്തെങ്കിലും ചെയ്തോട്ടെ, നീ വണ്ടി എടുത്തു കഴിഞ്ഞാൽ നിനക്ക് പോവാലോ. പുള്ളകളി കേട്ടല്ല അല്ലേ. വെള്ളം കുടിക്കാൻ പാടില്ല. വെള്ളം കുടിക്കണ കൊള്ളാം, ഒരുപാട് വെള്ളം കുടിക്കേണ്ടി ഇങ്ങനെ. അതല്ല, അത് റിവേഴ്സ് പാർക്കിംഗ്. ഇത് പാരലൽ പാർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നീ ആ കാണുന്ന വണ്ടിയില്ലേ, ആ വണ്ടിയുടെ ഇപ്പറ കൊണ്ടിട്ടു. അല്ല, പാരലായിട്ടെന്ന് വെച്ചാൽ എന്താ, ഒരു വരയ്ക്ക പാരലായിട്ട് ഈ വരയ്ക്ക് ഈ വര പാരലാണ്. അപ്പൊ ഇങ്ങനെ കൊണ്ട് നിർത്തും, ഇങ്ങനെ അടുത്ത്. എന്നിട്ട് ഇതിന്റെ ഇവിടെ കയറ്റിടും, അതിന്റെ ഫ്രണ്ട് ബാക്ക് കൊണ്ടിടും. അങ്ങനെ അതാണ് പാരലൽ പാർക്കിംഗ്. പാരലൽ റിവേഴ്സ് ഉള്ളു. പാരലൽ എപ്പോഴും റിവേഴ്സ് ആണ് തന്നെ. റിവേഴ്സ് കയറാനാണ് വണ്ടി കറക്റ്റ് ആയിട്ട് ആ ഗ്യാപ്പ് കയറി കിടക്കുള്ളൂ. ഫസ്റ്റില് ഡേയ്സ് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇടണം. ഫസ്റ്റില് വണ്ടി ചെക്ക് ചെയ്യടി, ഗിയർ ഇട്ട് കഴിഞ്ഞിട്ട് ഒന്നോടെ ചെക്ക് ചെയ്ത് കൊള്ളണം. ഇനി വണ്ടിയില്ല, വയ്യ കിട്ടോ. ബ്രേക്കിൽ എപ്പോഴും കാലാണ്, കാല് ഞെക്കി പിടിക്കാന്നല്ല, ഒരു ചവിട്ടാമ്പത്തിന്. വണ്ടി പോണു. ആ പറഞ്ഞ ശ്രദ്ധിക്കണെന്ന്. പോട്ടെ ഗായ്സ്. അപ്പോൾ നമ്മുടെ ഡ്രൈവർ ഒരു സർവൈലൻസും കാര്യങ്ങളൊന്നും കൊടുക്കാനാണ് വണ്ടി ഓടിക്കുന്നത്. ഭയങ്കര ശ്രദ്ധ വേണമെന്ന് പറയുമ്പോൾ തമാശകളാണ്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഇതൊക്കെ ആയിരിക്കും. കുറച്ചാൾ കഴിയുമ്പോൾ ഹാൻഡ് ബ്രേക്ക് പിടിക്കാനാണ് വണ്ടി എടുത്തോണ്ടിരിക്കുന്നത്. ഇങ്ങനെ വെച്ചാൽ നാക്ക് മുറിയും. എന്നിട്ട് എന്താ ഹാൻഡ് ബ്രേക്ക് താത്തത്, എന്നിട്ട് അത് വെച്ചിട്ട് ഓടിച്ചോണ്ടിരിക്കുക. ഇപ്പൊ നോക്കിയില്ല, അവിടെ ഇവിടെ ആദ്യകാലം വണ്ടി നോക്കണം. റോഡാണ്, എപ്പോഴും ആൾക്കാർ അങ്ങോട്ട് ഇവിടെ മാറുന്ന സ്ഥലങ്ങളാണ്. ഇത് ഇത്രയും കാമാൻ കയറ്റുള്ള സ്ഥലത്ത് അവിടെ വരെ ആൾക്കാരുണ്ട്. അപ്പൊ ഇതെവിടെയൊക്കെ കൊണ്ടിട്ട് ഓടിക്കുമ്പോഴോ, പുറത്തേക്ക് മെയിൻ റോഡിലേക്കൊക്കെ പോകുമ്പോഴോ, ഇനി ഇങ്ങനെ വട്ടം കറങ്ങിക്കോ നീ കറക്റ്റായിട്ട്. തിരിച്ചോ സ്പൾബർ. തിരിച്ചോടിച്ചില്ല, അല്ലെങ്കിൽ ഇപ്പൊ ആ ടയർ അവിടെ കയറും. നേരോട്ടെ, നേരെക്കടി. നീ അപ്പുറത്തേക്ക് പോണു, ഈ വരയുടെ ഉള്ളില്, ഈ നടുക്കത്തെ വര ഉണ്ടാവും, ഇതിന്റെ ഉള്ളിൽ കൂടെ പോട്ടെ. ഇനി എന്താ പയ്യെ പോട്ടെ. ഇനി ഇത് ഇവിടെ നിന്ന് തിരിച്ച് അങ്ങോട്ടെ. ആ കാറിന്റെ അപ്പുറത്തേക്ക് തിരിച്ചോ, പയ്യെ ചവിട്ടിട്ട് തിരികെ. ക്ലച്ചില് കാല് താത്ത്, ക്ലച്ച് താത്ത്, തിരിക്കാണ് ഫുള്ള്. ഇതെന്തോ ഒരു ലോറിക്ക് ഉള്ളതാണുണ്ടല്ലോ എന്റെ. പിന്നെ എന്തിനാ ഈ കാറ് വേണം? ആണല്ലോ, അറിയാലോ. അപ്പൊ എന്താണ് ഇപ്പുറ സൈഡിൽ കൂടെ പോവും, ഈ സൈഡിൽ കൂടെ ഓടിച്ച് ഈ വരയുടെ ഇപ്പുറത്തേക്കൂടെ പോകണം. ഇതൊക്കെ ഇങ്ങനെ ഓടിച്ചാൽ അപ്പൊ തന്നെ തോൽക്കും. 45 മിനിറ്റ്സ് ഓടിക്കേണ്ട ആവശ്യമില്ല. അതിനുമ്പോ ഒരു തിരിച്ചോക്കളെ പറയും. ഇങ്ങനെ കയറ്റിട്ട് എടുക്കടി, അങ്ങനെ പോകാണ്ട്. അതിന് തിരിക്കി ആ വരയിൽ മുട്ടേണ്ട തിരിക്കേ, അതിലൊക്കെ കയറി പോണേ. എടി നീ ശ്രദ്ധിക്കലാതുകൊണ്ടത്. നീ ഈ സാധനം തിരിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ തിരിച്ചോളണം. ഇതിലടത്തിക്കോ. നീ ഇതിലേക്ക് ഇങ്ങോട്ട് കളച്ച്, ഈ സൈഡ് കളച്ച് പിടിച്ച് പയ്യെ. നീ ആക്സിലേറ്റർ യൂസ് ചെയ്യണ്ട.
ഇവിടെ തന്നെ തിരിച്ചോ. ഇങ്ങനെ നേരെ പോട്ടെ. ഇങ്ങോട്ട് തിരിക്ക്. തിരിച്ചോ. ലെഫ്റ്റ് പോട്ടെ. ഇവിടെ ലെഫ്റ്റ് തിരിക്ക്. നേരെയൊക്കെ. അവനെ പയ്യെ പോട്ടെ. ക്ലച്ച് ഓട്ടിട്ട് പയ്യെ ബ്രേക്ക് വിട്ടേ. എവിടെ ക്ലച്ച് ചവിട്ടിട്ട് ബ്രേക്കും ചവിട്ടാനാ പറഞ്ഞേ. ബ്രേക്ക് വിട്ട് എടി നീ ഞാൻ പറഞ്ഞ ശ്രദ്ധിക്കണം. ക്ലച്ചും ബ്രേക്കും ചവിട്ട്. ക്ലച്ച് ബ്രേക്കും ചവിട്ടാൻ നീ ശ്രദ്ധിക്കുന്നില്ല ഞാൻ പറഞ്ഞത്. നിർത്താൻ പറയണം ഗായ്സ്. എന്താണ് ഞാൻ ചെയ്യേണ്ടത്? എടി വണ്ടി ഓടിക്കുമ്പോ കൂടെ അതായത് പറഞ്ഞാല് കേക്കണം. നീ ഓടിച്ചു പോവാണ്ട് നിർത്താൻ പറയണ. ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്താന്ന് അറിയാമെങ്കിൽ നിനക്ക് അതാ ചെയ്താ പോരെ. അത് ചവിട്ടിയാ പോരെ. അപ്പൊ നിക്കൂലേ? ക്ലച്ചും ബ്രേക്കും ചവിട്ടുക. അപ്പൊ വണ്ടി നിന്നോളും. ഇത് എവിടെ നീ കൊണ്ട് നിർത്തിയാ? എങ്ങനെ കൊണ്ട് നിർത്താൻ പറ്റുമോ? ആ നീ ഇങ്ങനെ വളക്കേ. നീ നേരെ എവിടെ കൊണ്ട് പാർക്ക് ചെയ്യേ നോക്കട്ടെ. പയ്യെ ക്ലച്ച് ചവത്തരം വിടല്ലേ. കുറച്ച് ഇനി പയ്യെ ബ്രേക്കിംഗ് ചവിട്ടി. അല്ല വണ്ടി നിക്കണുണ്ടോ? ഇപ്പൊ ബ്രേക്കിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നേ. പോയെ കറക്റ്റ് ആയിട്ട് അതിൻ്റെ ഉള്ളിൽ കയറ്റി നിർത്തി നോക്കട്ടെ. നീ എന്തൊക്കെയാ അറിയണേ? അത് ഈ സാധനം ഞെക്കണ്ട. ഇതാണ് ഇങ്ങനെ വലിക്കണം എന്നാലേ അതാവുള്ളൂ. ഒന്ന് വലിച്ച് സാധനം അത് ഊർന്നു പോകും വണ്ടി. ഹാൻഡ് ബ്രേക്ക് അങ്ങനെ ഇട്ടാ ആയില്ല. അത് ഈ തമ്പത്തിൽ ഭക്ഷണം ആരോഗ്യത്തിക്ക് അങ്ങനെ വേണം. അപ്പൊ ആ സാധനം നിക്കോളൂ. നീ വിട്ടേ. നീ വണ്ടി ഊർന്നുകൊണ്ട് നോക്കണം. ക്ലച്ച് ഇട്ടിട്ട് നീ ബ്രേക്ക് വിട്ടിക്ക്. നീ ആദ്യം വലിച്ച് വിട്ടേ. പക്ഷെ പോണ്ട. ഇതിന്റെ ബ്രേക്ക് എത്ര ഉള്ളാറുണ്ടാ. അപ്പൊ ഇത് വലിച്ച് ശരിക്കും ഒന്ന് വലിച്ചിട്ട് പിന്നെ വലിക്കാം. അങ്ങനെ വലിച്ച് കയറ്റിടാം. അപ്പൊ മെയിനായിട്ട് ഈ സാധനം നോക്കണം. എന്നിട്ട് പിന്നെ ഗൈസ് അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം ഗൈസ്. അപ്പോ ഞങ്ങളുടെ ഒരുപാട് ക്ലാസ്സുകൾ പോകേണ്ടി വരും. അപ്പൊ ഒരുപാട് വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഗൈസ്. ഇതിന്റെ ABCD വിട്ട് നിനക്ക് നാട്ടിലെ കാർ എന്ത് തന്നിട്ട് നിനക്ക് ലൈസൻസ് തന്നെ? നീ കാർ ഓടിച്ചു കാണിച്ചോ? നീ പൈസ കൊടുത്തല്ലേ ലൈസൻസ് നാട്ടിലൊക്കെ എന്താണ് കഴിച്ചു ഇവർക്ക്? എനിക്ക് അറിയത്തില്ല. അല്ല നാട്ടിൽ ഓടിക്കാന്നൊരു ഇഷ്ടം വരെയൊക്കെയാണ് ഞാൻ. പക്ഷെ ഇവൾക്കൊക്കെ ലൈസൻസ് കൊടുത്തത് എന്ത് കണ്ടിട്ടാ വീഡിയോ എനിക്കറിയില്ലാത്ത. ഇറസ്പെക്ട് അതായത് വണ്ടി ഓടിക്കുക, അതായത് ABCD അറിയാൻ പാടില്ല. എച്ചൊക്കെ എടുക്കുമായിരിക്കും. എന്നാലും ഇപ്പൊ ഇവിടെ എച്ചൊന്നും എടുക്കണ്ട. ഇവിടെ മര്യാദക്ക് ഓടിച്ചാൽ മതി റോട്ടിൽ കിടന്ന്. ഗൈസ് അപ്പോൾ നിങ്ങൾ ഇതിന് കമന്റ് ചെയ്യുക ഗൈസ്. ഇങ്ങനെ ലൈസൻസ് ഒക്കെ കൊടുത്ത് ആൾക്കാരെ ഫേക്ക് കട്ട് ചെയ്തോട്ട് എന്നാലും കുഴപ്പമില്ല. കാരണം ഒട്ടും അതിന് അർഹതപ്പെടുന്നില്ല. ഇങ്ങനെ കുറെ ആൾക്കാരുണ്ടാവും. കാരണം ഇങ്ങനെ ലൈസൻസ് ജസ്റ്റ് ഉണ്ട്, പക്ഷെ എന്താ പറയാ വണ്ടി ഓടിക്കാനേ അറിയില്ല. വണ്ടി ഓടിക്കാൻ ഇത് ഓടിക്കാൻ പഠിക്കണം. കാരണം എന്താ പറയാ MVD ചുമ്മാ ആൾക്കാർക്കൊക്കെ ചുമ്മാ ലൈസൻസും കാര്യങ്ങളൊക്കെ കൊടുക്കും. ഞാൻ പറയും പിന്നെന്താ MVD എന്താ ചെയ്യണേ? അതായത് ലൈസൻസ് കൊടുക്കുമ്പോ അത് ആള് വണ്ടി ഓടിച്ച് കാണിച്ച് അത് പെർഫെക്റ്റ് ആണോ നോക്കിയിട്ട് മാത്രമാണ് വണ്ടി ഓടിക്കാൻ ലൈസൻസ് കൊടുക്കാൻ പോളൂ. അല്ലെങ്കിൽ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവും. കുറെ ആൾക്കാരുടെ ലൈഫിനെ വരെ ഇത് ബാധിക്കും. ഞാൻ ഇടും ഗൈസ്. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരികൾ നിങ്ങൾ ഉറപ്പിച്ചോ 3 സെന്റ് അടുപ്പിച്ചടിച്ചോ. ഞാൻ വണ്ടി ഓടിക്കാൻ ഫെറാറി ഓടിച്ചോണ്ട് GT ഓടിച്ചോണ്ട് നിങ്ങളുടെ മുമ്പിൽ വരും.